ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ക്രോസ് പീസിൻ്റെ എൻഡുകൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുമായിട്ട് ജോയിൻ ചെയ്യേണ്ട പീസിൻ്റെ എൻഡും ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ പ്ലേസ് ചെയ്ത് വെക്കുക. ഇതേപോലെ എൻഡുകൾ ഒരു ക്രോസ് ആയിട്ട് വരുന്ന വിധത്തിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിനുശേഷം മുകളിലത്തെ ഭാഗം കുറച്ചൊന്ന് കയറ്റി വെക്കുക. ശേഷം നമുക്ക് ഈ പീസിൻ്റെ ഇവിടെ ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള പീസ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ നല്ല രീതിയിൽ ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിൽ വന്ന ഈ പീസ് ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തായിട്ട് ഇതുപോലെ ക്ലോത്താക്കി ഒന്ന് നഖത്തോട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബാക്കി പീസിൽ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടാണുള്ളത്. ഫ്രണ്ടിലും ബാക്കത്തെ നെക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ ഈ പീസ് ജോയിൻ ചെയ്തെടുത്തു. ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുക. അതിനായിട്ട് ഫ്രണ്ടിൻ്റെ ബോഡി പാർട്ട് ഇതേപോലെ നിവർത്തിയിടുക. അതിനുശേഷം നമ്മുടെ ക്രോസ് പീസ് ഇതേപോലെ മോശം വശത്തേക്ക് 2ആയിട്ട് മടക്കിയിട്ട് നല്ല വശം നമുക്ക് കാണുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ചിൽ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇടവിട്ട് കട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊതുവേ ചെയ്യുന്നത് പോലെ ഇടവിട്ട് ഇതേപോലെ ചെറിയ കട്ട്സ് നെക്കിന് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ പീസ് മുഴുവനായിട്ട് മോശം വശത്തേക്ക് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് നെക്കിനൊരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്ക് പീസിൽ ഇതേപോലെ ക്രോസ് പീസ് 2ആയിട്ട് ഇതേപോലെ മടക്കി നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ പീസിൽ ഇതേപോലെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ സ്മോൾ കട്ട്സ് ഇതേപോലെ കുറച്ച് ഇടവിട്ടിട്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ പീസ് മോശം വശത്തേക്ക് ഇട്ടിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ബാക്കിൽ തിരിച്ചിട്ടിട്ട് ബാക്കിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ വെക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ ഇടയാവലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് നെക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വശം ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ച് ഷോൾഡർ നമുക്ക് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കുക. 2 ഷോൾഡർ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് നല്ല വശം വരുന്ന വിധത്തിൽ ഇതേപോലെ വെക്കുക. സെൻറ്ററിൽ നിന്ന് തുടങ്ങി ആം ഹോൾ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റ് സ്ലീവും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ടും ബാക്കും സെയിം ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നുമില്ല. അപ്പോൾ ഞാൻ 2 സ്ലീവ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുകയും അതിൻ്റെ താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ 2ആയിട്ട് മടക്കാം. നല്ല വശത്തേക്കാണ് മടക്കേണ്ടത്. ഇതേപോലെ ഒന്ന് മുഴുവനായിട്ട് മടക്കിയിടുക. അതിനുശേഷം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഷേപ്പോ വേണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത ഭാഗം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കൈയോട് പിടിച്ച് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലോത്തും കിട്ടും. നടുക്കൊരു ഹോൾ പോലെ രൂപപ്പെടും. അപ്പോൾ അവിടെ ഒരു ഷാർപ്പിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ ചുരുക്കി എടുക്കുമ്പോൾ നമ്മുടെ നല്ല വശം പുറത്തേക്ക് വരുന്നതാണ്. ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ നമ്മൾ കോർണേഴ്സ് ഒന്ന് ലെവലാക്കി എടുക്കുക. എല്ലാ കോർണറും പുറത്തേക്ക് വരുന്ന വിധത്തിലൊന്ന് ഇതേപോലെ ഒന്ന് എടുക്കുക. പിന്നീട് ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഫിനിഷായിട്ട് കിട്ടുന്നതാണ്.
നെക്സ്റ്റ് നമുക്ക് ഫ്രില്ലിനുള്ള ക്ലോത്തുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു പീസിൻ്റെ നല്ല വശവും വേറൊരു പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അറേഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ എത്ര പീസ് ഉണ്ടോ അത് മൊത്തം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത പീസിന് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് ഏത് വശത്തേക്കാണോ നമ്മൾ ആക്കി വെക്കുന്നത് ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു പ്രസ് സ്റ്റിച്ച് അവിടെ കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്രില്ലിൻ്റെ പീസിൻ്റെ ഇടയിൽ ഒന്ന് മടക്കി അടിക്കുക. അറേഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇതേപോലെ ഒന്ന് നിവർത്തിയിടാം. അതിനുശേഷം ഇത് നല്ല വശത്താണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ മാർക്കൊന്ന് ചെയ്യുക. ഒരു 13.5-14 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇപ്പുറത്തെ സൈഡും അതേ മാർക്കിങ് ചെയ്യുക. ഇത് ബാൻഡ് വെക്കേണ്ട എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബാൻഡ് പീസ് ഉണ്ടല്ലോ അതിൻ്റെ എൻഡ് ഭാഗം, അതായത് സ്റ്റിച്ച് കൊള്ളാത്ത ഭാഗം ഉണ്ടാവുമല്ലോ, ഓപ്പണായ ഭാഗം, അത് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് പീസ് മാറ്റിക്കൊണ്ട് ഫ്രണ്ട് പീസിൽ മാത്രമായിട്ട് ഒരു സ്റ്റിച്ച് അവിടെ എൻഡിൽ കൊടുക്കുക. അതേപോലെ മറുവശത്തും ഇതേപോലെ ഒന്ന് പാൻറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വീണ്ടും ക്ലോത്ത് റോങ് സൈഡിലേക്ക് വരുന്ന വിധത്തിൽ ഇതേപോലെ ഇടാം. അതിനുശേഷം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത് അതിനനുസരിച്ച് സൈഡ് മാർക്ക് ചെയ്ത് മുഴുവനായിട്ട് ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറുവശം നമുക്ക് പകുതി വരെ, അതായത് ലാസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്നത് പോലെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് ബാക്കി ഓപ്പൺ ആയിട്ട് വിടുക. ഇത് ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഒരു ഓപ്പൺ കൊടുത്തല്ലോ, അപ്പോൾ ആ സൈഡ് ഒന്ന് ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഒറ്റ ക്ലോത്ത് മാത്രം കിട്ടുന്ന വിധത്തിൽ വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ ഫ്രില്ലിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രില്ലിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ചുരുക്കി കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രില്ലിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കിയ സ്പേസിൽ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.